Hello, assalamu alaikum. Welcome back to my channel. ഇന്നറോട് കൂടിയിട്ടുള്ള കഫ്താനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2.25 മീറ്റർ ഷിഫോൺ ക്ലോത്ത് ആണ് കഫ്താനിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇന്നറിന് വേണ്ടിയിട്ട് റയോണിൻ്റെ 2.5 മീറ്റർ ക്ലോത്ത് ആണ് എടുത്തത്. ഇതിൻ്റെ സൈഡിൽ വെക്കാൻ 8 മീറ്റർ ലൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം കഫ്താനാണ് ചെയ്യുന്നത്. അതിൻ്റെ ക്ലോത്ത് ഡബിൾ ഫോൾഡിൽ ആദ്യം മടക്കി വെക്കുക. മടക്ക് വശത്ത് വേണം ലെങ്ത് എടുക്കാൻ. ആദ്യം 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്നാണ് താഴോട്ടേക്കാണ് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുന്നത്. 15 ഇഞ്ചസ് ആണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തതായി ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്ക് വൈഡ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്ക് വൈഡ് മാർക്ക് ചെയ്തതിൽ നിന്നും താഴോട്ടേക്ക് പിടിച്ച് ഫ്രണ്ട് നെക്ക് ലെങ്ത് 5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. ബാക്ക് 3 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. നെക്ക് ബാക്കും ഫ്രണ്ടും റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. അടുത്തതായി ഷോൾഡർ പോയിന്റിൽ ടാപ്പ് വെച്ചിട്ട് സ്ലീവ് ലെങ്ത്ത് 19 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഒരു വീതിയിലാണ് നമ്മൾ ക്ലോത്ത് എടുക്കുന്നത്. അപ്പം താഴോട്ടേക്ക് ആ അളവ് മാർക്ക് ചെയ്ത് നമ്മൾ 19 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന താഴോട്ടേക്ക് അതേ കറക്റ്റിൽ മാർക്ക് ചെയ്ത് ക്ലോത്ത് അവിടെ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ഭാഗത്ത് നിന്നും അത്ര വീതി മതി നമുക്ക് ഈ കഫ്താനിന്. ഫുൾ സ്ലീവ് വേണ്ടവർക്ക് ഇതേ വീതി തന്നെ എടുക്കുകയും ചെയ്യാം. അടുത്തതായി നെക്ക് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് ഒപ്പം വെച്ചിട്ടും ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കണം. ഷോൾഡറിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യേണ്ട, അതാ ഫോൾഡ് ചെയ്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു താഴ് ഭാഗം കർവായി കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ക്ലോത്ത് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് നെക്ക് ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു പോയിൻ്റ് ഇങ്ങനെ വരച്ച് വെച്ചാൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. കാല് ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളിങ്ങനെ അടിച്ചെടുക്കാൻ. ക്ലോത്ത് മടക്കിയിട്ട് നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം 4 ഇഞ്ച് വിട്ടത് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുത്ത് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് പതിച്ചടിക്കുകയാണ് വേണ്ടത്. നെക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഷോൾഡറിൻ്റെ വശമൊക്കെ പിന്നെ കുത്തി വെച്ചാൽ ക്ലോത്ത് നീങ്ങാതിരിക്കാൻ നല്ലതാണ്. ഇനി നെക്കിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊരു ലൈൻ താഴോട്ടേക്ക് വരച്ചെടുക്കാം. ഇത് അളവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷോൾഡർ 2 വശത്തും മാർക്ക് ചെയ്യുക. നെക്ക് വൈഡ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോള് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഷോൾഡർ പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് ആം ഹോള് 8 ഇഞ്ച്
മാർക്ക് ചെയ്യാം, രണ്ട് വശത്തും. ആം ഹോൾ പോയിന്റിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ. ചെസ്റ്റ് 21 ഇഞ്ചാണ്. അപ്പം സെൻറ്റർ ഭാഗത്ത് 10.5 ഇഞ്ച് വരുന്ന വിധത്തിൽ ടാപ്പ് വെച്ചിട്ട് ഇരുവശവും അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. രണ്ട് വശവും എവിടെയും 21 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുക. ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ടാപ്പ് വെച്ചിട്ട് വേസ്റ്റ് ലെങ്ത്ത്, സീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ നേരെ പിടിച്ചിട്ട് വേണം വേസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്തെടുക്കാൻ. 18 ഇഞ്ചാണ് വേസ്റ്റ് വിടുത്ത്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് 9 ഇഞ്ചസ് വരുന്ന രൂപത്തിൽ വേണം ടാപ്പ് വെക്കാൻ. എന്നിട്ട് 18 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. സീറ്റ് ലെങ്ത്തിന് നേരെ സീറ്റ് വിടുത്ത് മാർക്ക് ചെയ്യുക. സീറ്റ് വിടുത്ത് 22 ഇഞ്ചാണ്. അപ്പം 11 സെൻറ്റർ ഭാഗത്ത് വരുന്ന വിധത്തിൽ ടാപ്പ് പിടിച്ചിട്ട് രണ്ട് വശത്തും 22 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി മാർക്ക് ചെയ്തത് നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. രണ്ട് വശവും ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഷേപ്പ് വരച്ചതിലൂടെ നമുക്ക് ഹെഡ് പിൻ കുത്തിക്കൊടുക്കാം. തയ്ക്കുമ്പോൾ ഓരോന്നായിട്ട് ഊരിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ തയ്ച്ചെടുക്കാം. നമ്മൾ ഇത് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വശങ്ങളിൽ ലേസ് വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഇരുവശങ്ങളിലും തായ് ഭാഗത്തും ലേസ് വെച്ച് പിടിപ്പിക്കണം. 4 ഇഞ്ച് മടക്കി വെച്ചിട്ട് ലേസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ലേസൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 3 വശങ്ങളിലും നമ്മൾ ലേസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇന്നർ ചെയ്തെടുക്കാം. റയോണിൻ്റെ 2.5 മീറ്റർ ക്ലോത്ത് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ആദ്യം മടക്കിയെടുക്കുക. ആദ്യം ലെങ്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 1/2 ഇഞ്ച് മുകളിൽ കൊടുത്തിട്ട് താഴോട്ടേക്ക് ടേപ്പ് ഇറക്കി വെച്ച് ടോട്ടൽ ലെങ്ത് 47 ഇഞ്ച്, 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. അടുത്തതായി ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ 7 ഇഞ്ച്, നെക്ക് വൈഡ് 2.5,
മാർക്ക് ചെയ്തെടുക്കുക. നെക്ക് ലെങ്ത് ഫ്രണ്ട് 5 ഇഞ്ച്, ബാക്ക് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അടുത്തതായി ചെസ്റ്റ് 10 ഇഞ്ച് പ്ലസ് 1.5 സീം അലവൻസ് ആയിട്ട് കൊടുക്കുക. ഇനി വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചും സീറ്റ് ലെങ്ത് 22 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുക. വേസ്റ്റ് ലെങ്ത്തിന് നേരെ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അടുത്തതായി സീറ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 1.5 സീം അലവൻസ് ആയിട്ടും കൊടുക്കുക. ഇനി ഫ്ലയർ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് കൊടുക്കുക. ഹാഫ് ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ആയിട്ട് വരച്ചെടുക്കുക. മാർക്ക് ചെയ്തതിലൂടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. സീറ്റിന്റെ ഭാഗം നമ്മളവിടെ സ്ലിറ്റ് ആണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ അത് ആ പോയിന്റിൽ വെച്ച് നിർത്തുക. എന്നിട്ട് സീറ്റിന്റെ അവിടെ നിന്നും ഫ്ലെയറിലേക്ക് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് വരച്ചെടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വരച്ചതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഒപ്പം കട്ട് ചെയ്യുകയും ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് മാത്രമായിട്ട് കട്ട് ചെയ്യുകയും ചെയ്യണം. അതായത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇന്നർ കട്ട് ചെയ്തതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ക്ലോത്ത് ആണിത്. ഇതിൽ നിന്നുമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ലെങ്ത്ത് 18 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ലീവ് റൗണ്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് ഇന്നറിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം വെച്ച് വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്ത് കട്ട് ചെയ്യുക. ക്ലോത്തിൻ്റെ സൈഡിൽ നിന്നും കട്ട് ചെയ്തതായതുകൊണ്ട് 4 പീസായിട്ടാണ് നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടി 2 പീസ് തമ്മിൽ കൂട്ടി ഭാഗം ഇനി അടുത്തതായിട്ട് മടക്കി തയ്ക്കണം. അടുത്തതായി ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുക. ഷോൾഡറൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഇനി നെക്ക് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്ക് അടിച്ചു കഴിഞ്ഞു. ഇനി സ്ലീവ് തായ്ഭാഗമൊക്കെ മടക്കി തയ്ച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നറിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ടോപ്പിൻ്റെ സ്ലീവ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1.5 ഇഞ്ച് മാർക്ക് 2 സൈഡിലും മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്.
ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ അടിച്ച് നിർത്തണം. ബാക്കി ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കേണ്ടതാണ്. ഇരുവശങ്ങളിലും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് ചെയ്തെടുക്കണം. ഈ ടോപ്പിൽ ഈ ഒരു വശം രണ്ട് ഭാഗത്തേക്കും മടക്കി വെച്ച് അവിടെ ഹെഡ് പിൻ കുത്തി വെച്ചിട്ട് ചെയ്തെടുത്താൽ നമ്മൾ സ്ലിറ്റ് ചെയ്യുമ്പോൾ നല്ല നീറ്റായിരിക്കും. ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും മടക്കി ഹെഡ് പിന്ന് കുത്തി വെച്ച് ചെയ്തെടുക്കുക. തായ്ഭാഗത്ത് നിന്നുമാണ് നമ്മൾ സ്ലിറ്റ് തയ്ച്ചെടുക്കേണ്ടത്. തായ്ഭാഗത്ത് നിന്നും മുകളിലേക്കായിട്ടാണ്. പോയിന്റിലെത്തുമ്പോൾ കുത്തി നിർത്തി ഇങ്ങോട്ടേക്ക് അടിച്ച് തായ്ഭാഗത്തേക്ക് കൂടി അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സ്ലിറ്റ് എല്ലാം അടിച്ച് തായ്ഭാഗവും അടക്കി തയ്ച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇന്നർ വെച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏത് നൈസായ ക്ലോത്തിലും കഫ്താൻ ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.